ഞാനിപ്പോൾ നിൽക്കുന്നത് അയർലൻഡിലെ കോർക്കിലുള്ള ബാലൻസ്പിറ്റിൽ എന്ന സ്ഥലത്തുള്ള ബാലൻസ്പിറ്റിൽ ഗ്രോട്ടോയിലാണ്. ഈ ഗ്രോട്ടോയുടെ ഒരു പ്രത്യേകത, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒരു സമയത്ത് 10,000-കണക്കിന് മനുഷ്യർ ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അവർ നൊവേന ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. 80s-ലും 90s-ലൊക്കെ വലിയ ക്രൈസ്തവ ഉണർവ് ഈ ഗ്രോട്ടോയിൽ നടന്ന പ്രാർത്ഥനയിലൂടെയൊക്കെ ഈ ദേശത്ത് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് ഈ നിമിഷം നമുക്ക് നമ്മുടെ നിയോഗത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ സ്പർശനത്തിനായിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഒരുപാട് മനുഷ്യർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ട് വരാൻ സാധിച്ചത്. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക നിയോഗത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എത്ര അന്ധകാരം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും കേട്ടോ. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശയ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം ഈശോയുടെ മേലുള്ളത് ഇപ്രകാരമായിരുന്നു: ഗലീലി എന്ന ദേശം ഒരു വെളിച്ചത്തെ കാണും. ഗലീലിയെക്കുറിച്ച് യഹൂദർക്ക് ഒരു അഭിപ്രായമില്ലാത്തൊരു സ്ഥലമായിരുന്നു. എന്നാൽ ആ ഗലീലിലെ കാനായിലൊരു കല്യാണ വിരുന്നിലേക്ക് അമ്മ മാതാവും ഈശോയും ക്ഷണിക്കപ്പെട്ടു. ഇന്ന് ഈശോയുടെ സാന്നിധ്യം, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തി ക്ഷണിക്കുമ്പോൾ ആ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുവാൻ ഇടയായിത്തീരും. ഈ ബാലൻസ്പിറ്റിൽ ഗ്രോട്ടോയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഇവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് എളിമയോടെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയോട് അവർ വിഷമം പറഞ്ഞപ്പോൾ അമ്മ ഈശോയോട് പറഞ്ഞു, അവിടെ അത്ഭുതം നടന്നില്ലേ? ഈശോയുടെ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് എവിടെയാണ്? ഒരു കാര്യം ശ്രദ്ധിക്കണേ, അതായത് കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തത് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലാണ്. അന്നത്തെ മതപുരോഹിതരും അന്നത്തെ ജൂതന്മാരും എല്ലാം പാപികളെന്നൊക്കെ പറഞ്ഞ് കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മനുഷ്യർ വിഷമത്തോടെ ഈശോയുടെ അരികിലേക്ക് വന്നപ്പോൾ അവരുടെയൊക്കെ ജീവിത അത്ഭുതങ്ങൾ നടന്നു. എന്നാൽ കർത്താവിന് ഏറ്റവും കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയത് എവിടെയാണെന്നറിയോ? അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റാതിരുന്നത് വലിയ മതത്തിൻ്റെ തീഷ്ണതയിൽ എരിഞ്ഞ ചില പുരോഹിതർക്കിടയിലും അങ്ങനെയുള്ള പണ്ഡിതന്മാർക്കിടയിലൊന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ സാധാരണക്കാരായ മനുഷ്യർ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അവർ ഈശോയെന്ന് വിളിച്ചപ്പോൾ അവർ അങ്ങനെ ഈശോയുടെ അരികിൽ വന്നവരും ഈശോയെ തൊട്ടവരും ഈശോയുടെ അത്ഭുതങ്ങൾ സ്വീകരിച്ചെങ്കിൽ അന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ആ വിഷമം നിറഞ്ഞ കുടുംബം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നാണക്കേടിൻ്റെ അവസ്ഥയിൽ അമ്മ ഈശോയോട് പറയും, മോനെ നീ ഇടപെടണം. അമ്മ എൻ്റെ സമയമായില്ലെന്ന് പറയും, മോനെ നീ ഇടപെടണം, അവൻ പറയുന്നത് പോലെ പോയി ചെയ്യുവീൻ. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുക, ഈശോയുടെ ശക്തി നിൻ്റെ ഭവനത്തിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. അമ്മ മാതാവ് നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. സ്വർഗ്ഗത്തിൽ അമ്മ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. നിൻ്റെ കർത്താവായ ഈശോ ക്രൂശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവൻ്റെ ശക്തി നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. വിശ്വസിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി, നീ ഏത് ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ആകട്ടെ. ഗലാത്യ 3, 26, 27, 28 വചനത്തിൽ നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. അമ്മയ്ക്ക് നാം എല്ലാം മക്കളാട്ടോ. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വിഷമത്തിനുള്ളിലേക്ക് യേശുവിൻ്റെ സന്ദർശനം ഇതാ കടന്നു വരുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ബാലൻസ്പിറ്റിൽ ഗ്രോട്ടോയിൽ ഇറങ്ങി നിൽക്കുന്ന ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ ഭവനങ്ങളിലേക്കും ഇറങ്ങി നിൽക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെൻ്റെ കണ്ണിലേക്ക് നോക്കിക്കേ. നിങ്ങളെ ഈശോ സ്നേഹിക്കുന്നു, വ്യക്തിപരമായി ഈശോ സ്നേഹിക്കുന്നു. ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളെ സ്പർശിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം സംഭവിക്കുമാറാകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ക്രൂശിൽ നമുക്കായി സകലതും പൂർത്തീകരിച്ച ഈശോയും നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. ആവേ മരിയ. ഗോഡ് ബ്ലസ് യു.